മലയാളത്തെ സംബന്ധിച്ച് വളരെ അപൂർവമായി കിട്ടുന്ന രണ്ട് താരങ്ങളാണ് പ്രണവും സായി പല്ലവിയും. ഏറെക്കുറെ രണ്ടുപേരുടെയും രീതികളും ഒരുപോലെയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു സിനിമ വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് ആവേശമാണ്. കാരണം തന്റെ കാര്യം പറഞ്ഞ് പ്രണവ് എവിടെയും വരാറില്ല. പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത്. ആ വാർത്തകൾക്കിടയിൽ ഇതാ പുതിയൊരു വിശേഷം കൂടെ. പ്രണവ് മോഹൻലാലും സായി പല്ലവിയും ഒന്നിക്കുന്നു. തന്റെ യാത്രകൾക്കിടയിലുള്ള ബ്രേക്കാണ് പ്രണവ് മോഹൻലാലിന് സിനിമ. ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ യാത്രകൾക്ക് വേണ്ട ക്യാഷ് സ്വരുക്കൂട്ടാനാണ് സിനിമകൾ ചെയ്യുന്നത് എന്നാണ് ജിത്തു ജോസഫ് ഒരിക്കൽ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നീണ്ടകാലത്തെ യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാത്ത നടനാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രം പ്രണവ് ഏറ്റെടുത്തു. സായി പല്ലവിയാണത്രേ സിനിമയിൽ നായികയായി എത്തുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയായി വരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2018 എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടെയാണ് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്ത പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നു എന്നും നവാഗതയായ അനുഷ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നത് എന്നും നേരത്തെ പുറത്തു വന്ന വാർത്തയാണ്. തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത്. തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നായികാനായകന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നു. കമലിന്റെ സഹസംവിധായികയായി പ്രവൃത്തി പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത്. വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.